സമയോ അത് കുഴപ്പമില്ല. ടൂറ് പറ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചാൽ, രാവിലെ ഇന്ന് മോനൊന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. അപ്പോൾ അത് അവനും രാവിലെ എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറയുന്നത് ഒത്തിരി രാവിലെ അല്ല, 6 മണിക്കാണ് കേട്ടോ എണീറ്റത്. അങ്ങനെ 7 മണിക്ക് സ്കൂളിൽ നിന്ന് എത്തണം. 7:15 ആകുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂറിന് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രാവിലെ അവൻ എണീറ്റ് ബ്രഷ് ചെയ്ത് കുളിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒന്ന് നെയ് റോസ്റ്റ് പോലെ ദോശയൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് വിടാൻ പറഞ്ഞിട്ടുണ്ട് സാറ്. ഉച്ചയ്ക്കൊക്കെ ഫുഡ് അവിടെ ഉണ്ട് കേട്ടോ. അതിനുള്ള ക്യാഷും കൂടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് നെയ് റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി. അപ്പോൾ ഇതാകുമ്പോൾ ചിലപ്പോൾ 2 കഴിക്കുമെന്നും പറഞ്ഞ് രാവിലെ ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മുടെ ദോശമാവ് നല്ലതായിട്ട് നൈസായിട്ട് പരത്തിയിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നെയ്യില്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വെള്ള ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല കോമ്പിനേഷനാണ്, അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഐറ്റം ഇതുപോലെയുള്ള സമയങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ അമ്മമാർ എത്ര കഷ്ടപ്പെട്ടാലും ഉണ്ടാക്കില്ലേ. അതുപോലെ ഞാനിതാ ഉണ്ടാക്കി 2 കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ അവർ 2 കഴിക്കൂലെന്നാണ് തോന്നുന്നത്. കഴിച്ചില്ല എന്നിട്ട് അവസാനം. അങ്ങനെ 2 ചുട്ടോളൂ കേട്ടോ. നെയ് റോസ്റ്റ് അല്ലേ, അപ്പോൾ അത് നമുക്ക് പിന്നെ ചൂടാന്ന് വിചാരിച്ച്. ചൂടോടെ കഴിക്കുന്നതല്ലേ ടേസ്റ്റ്. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ചുട്ടോളൂ. അങ്ങനെ മാവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ആ ചമ്മന്തി ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങയും 2-3 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും. അപ്പം എരിവ് ഞാൻ കുറച്ചല്ലേ ഇട്ടുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഞാൻ ഇപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും തേങ്ങയും കൂടെയാണ് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇനി ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഇതിൽ കടുക് താളിച്ചൊഴിക്കാൻ, ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടുക് താളിച്ച് ഒഴിക്കുക. പിന്നെ നമ്മുടെ വെള്ളത്തിൽ കൂടെ ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഇവിടെ ഇത്തിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ നല്ല അടിപൊളി ചമ്മന്തിയും നെയ് റോസ്റ്റൊക്കെ റെഡിയാക്കി എടുത്ത്. ടൂറിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനം അല്ലേ ചോക്കോപ്പി. അപ്പോൾ നമ്മളൊക്കെ പണ്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് തരണം, ഇതൊന്നും അല്ലായിരിക്കും. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ചോക്കോപ്പിയും ഇങ്ങനത്തെ സാധനങ്ങളെ കഴിക്കൂ. പക്കാവടയും അത് തന്നെ, നമ്മളെ കാലത്ത് പക്കാവടയും അച്ചപ്പവും മുറക്കും ബിസ്ക്കറ്റ് വേറെ എല്ലാം ഉണ്ടല്ലോ. വെള്ളം, പിന്നെ ഒരു കപ്പും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഗ്ലാസ് ചോക്കോപ്പി തൊപ്പി. കുറച്ച് 1 കഴിക്കണോളോ? സാലഡേ പറഞ്ഞ വയറ് നിറച്ച് കഴിച്ചുകൊണ്ടല്ലേ. രാവിലെ കാപ്പിയൊന്നും കുടിക്കാൻ നിർത്തൂല. 2 കഴി. എന്തോന്ന് സമയോ അത് കുഴപ്പമില്ല, കഴിച്ചിട്ട് പോയാൽ മതി. സമയമായില്ല. ബട്ടൺ ഇട്ടില്ല, തല ഓതിയില്ല. അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങി അവർ പോയി, കൊണ്ടാക്കാൻ വേണ്ടി സ്കൂളിലൊക്കെ പോയി. അങ്ങനെ ഞാൻ എൻ്റെ പൂവൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. എന്തൊരു ഭംഗിയല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞാനും മോളുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിച്ചണൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ ക്ലീനിങ് ഒന്നും കാണിച്ചില്ല കേട്ടോ. എന്ന് എപ്പോഴും കാണിക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നവർക്കും കൂടെ ബോറാവൂലേ, അതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 11:30 കഴിഞ്ഞ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണ് ഞാനിപ്പോൾ വീണ്ടും നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വന്നത്. കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകിയിടാൻ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് വന്നു. പിന്നെ ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പതുക്കെ മതിയല്ലോ. അങ്ങനെയാണ് ഇത്രയും ലേറ്റായിട്ട് വന്നത്. അങ്ങനെ കുറച്ച് ചക്കയുണ്ട്, പിന്നെ നമ്മളെ ഇരുമ്പമ്പുളിയുണ്ട്, മത്തിയുണ്ട്. ഇതൊക്കെ വെച്ചൊരു നാടൻ
ഊണാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ അതിനെ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയിൽ ചതച്ച് ഒരു ചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങയും പിന്നെ മുളക് പൊടി, ഇത്തിരി എരിവും പുളിയൊക്കെ ഇതിന് വേണം. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 1.5 സ്പൂൺ ഇട്ടത്. അപ്പോൾ അതനുസരിച്ച് ഇട്ടോണം. മുളക് പൊടി, മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്നും അടിക്കണ്ട, കൈകൊണ്ട് ഇങ്ങനെ നമുക്ക് കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞ മത്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പീര ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഇത് മുളക് കറിയേ വയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെ മത്തിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിൽ പുളി ഇട്ട് കൊടുക്കുക, പുളിവെള്ളം. അപ്പം ഞാൻ ഇന്ന് ഇരുമ്പും പുളി ഇട്ടുകൊണ്ട് പുളിക്ക് പോലെ ഇതാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ സമയത്ത് പുളി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കയ്യിലുള്ള കുടം പുളിയോ ഏത് പുളിയായാലും കുഴപ്പമില്ല. പിന്നെ ഇത് മീൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കറിയായിട്ടല്ല പീരയായിട്ടല്ലേ വയ്ക്കുന്നത്, തോരൻ പോലെയൊക്കെ ഇരിക്കും. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ലതായിട്ട് സ്പൂണിട്ട് ഉപ്പും പുളിയും എരിയുമൊക്കെ നമ്മളെ മീനിൽ പിടിക്കാൻ വേണ്ടി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് വച്ച് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ ഇരുമ്പുളി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും ഇട്ട് അതും കൂടെ ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ രണ്ടും അവിടെ ഇരുന്ന് റെഡിയാവും. നമ്മുടെ മീൻ തിളച്ച് വെന്ത് വരാറായിട്ടുണ്ട്. ഇരുമ്പുളി അതുപോലെ ഇനി നമുക്ക് അതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കുക. ഇരുമ്പുളി കൊണ്ടുള്ള കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതുപോലെ ഇരുമ്പുളി ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പും തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടി അല്പം ജീരകവും കൂടി ഇട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇരുമ്പുളി വെന്ത് വരുമല്ലോ, അതിലേക്ക് ഒഴിച്ച് ചൂടാക്കി കടുകും കൂടെ താളിച്ചെടുക്കുമ്പം അടിപൊളി കറി റെഡി. നമ്മളെ പുളിശ്ശേരിയൊക്കെ കഴിക്കൂലേ, ആ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. ചക്കയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാക്കി കടുകൊക്കെ താളിച്ചെടുത്ത് അപ്പോൾ നമ്മുടെ മീനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ മൂടി വെച്ച് തീ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ ചട്ടിയല്ലേ, അപ്പോൾ ഓൾറെഡി അതിൽ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് പിന്നെ തീയുടെ ആവശ്യമില്ല. തീയും കൂടെ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമ്മുടെ ചക്കയൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലാണ് വയ്ക്കുന്നത്, പെട്ടെന്ന് റെഡിയാവും. അതിലേക്ക് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം മതി കേട്ടോ, കുക്കറിലല്ലേ. അപ്പോൾ ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ ചക്ക വെന്ത് കിട്ടും. ഒത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആ ചക്ക ഒന്ന് ഉടച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുക്കറിൽ 3-4 വിസിൽ കേൾക്കാൻ വേണ്ടി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനുവേണ്ടി കറിവേപ്പിലയും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ കാന്താരി ഉണ്ടല്ലോ നമ്മളെ വീടുകളിലുള്ള, അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇല്ലാത്തവർ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത് ചക്കയ്ക്കുള്ള കൂട്ട് അരയ്ക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ അരച്ച് ഞാൻ വച്ചിട്ട് ബാക്കി കുറച്ചൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചക്ക വെന്തതിന് ശേഷം 3-4 വിസിൽ കേട്ടതിന് ശേഷം അതിനൊന്ന് ഉടച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അരപ്പിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ ചക്കയും റെഡിയാവും, നമ്മുടെ അടുക്കളയും വൃത്തിയായി കിട്ടും. അങ്ങനെ എൻ്റെ ഉച്ചയ്ക്കുള്ള എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇരുമ്പും പുളിയ കറിയും ചക്ക എരിശ്ശേരിയും മീൻ പീരയും പിന്നെ നമ്മൾ അച്ചാറായിട്ട് നെല്ലിക്ക അച്ചാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചായക്ക് വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അതൊക്കെ കഴിച്ച് കുടിച്ചിട്ട് നമ്മളിതാ പിന്നെ അവരെ കാത്തിരിക്കുകയാണ്. ടൂറിന് പോയ ആളെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്? എവിടെ പോണ്ട തളർന്നോ? നിന്റെ ടൂറ് പറ. ഛർദിച്ചാന്ന് കേട്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് കൊള്ളാന്ന് തോന്നല്ലേ. ചക്കയായിരിക്കണം, ബീഫും ചക്ക വാങ്ങിച്ചതാണ്.
നല്ല ബീഫ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാ ചവയ്ക്കാ സ്പോഞ്ചാ പിന്നെ കൊതിപ്പിക്കണം. നീ പറയടാ എന്ത് അവിടെ നിന്ന് ഫുഡൊക്കെ എവിടെ നിന്ന് കഴിച്ചാ? എന്തായിരുന്നു? ബിരിയാണി? അതാ ഊണാ? ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി? കേക്ക് ആരുണ്ടോന്ന് കേക്ക്? അവരെ കണക്കാറ്റ എല്ലാരും വന്നടാ. പേരൻസ് കുറെ പേരുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ബസ്സിനകത്താ എല്ലാ പേരൻസും കളിക്കണ? അല്ല നീ കളിക്കണ? നീ ഇതിന്റെ സീറ്റിന്റെ പുറത്തൊക്കെ കയറിന്ന് കളിക്കണ ഇട്ടെന്ന് എനിക്ക് 4 അമ്മ ഇട്ടെന്ന്. പാട്ട് മാറ്റാനാണ് കൂവിയ പാട്ടിട്ട് എന്തായി? ഇഷ്ടപ്പെട്ടല്ലേ ടൂറ്? മസാല പിന്നെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു. അത് അടുപ്പിലിട്ട് കഴിച്ചാണ്. പിന്നെ ചായ ഇട്ടാ? അല്ലെങ്കിൽ ചായ ആണോ? ചായ കുടിച്ചാ? ചങ്ക് മൊത്തമായിട്ട് എന്തിനാ കടലിലിറങ്ങിയ? പിന്നെ ഡ്രസ്സാ? ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ലേ? ഞാൻ അതേനെ ആൽഫി എടുത്തുറഞ്ഞ അവ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്താണ്. പക്ഷേ നമ്മളോട് വരുമ്പോൾ അത് വേണം ഇത് വേണമെന്ന് ഇല്ലെങ്കിൽ അത് അല്ല അവിടെ പോയാടാ ഇപ്പുറത്ത് പോയാ നമ്മൾ പോണ പാർക്കിൽ പോയാ ശംഖുമുഖത്ത് സൈക്ലിങ്. അങ്ങനെ ഈ വർഷത്തെ ടൂറും കഴിഞ്ഞല്ലേ? അടിപൊളിയായി. ഇനി അടുത്ത വർഷമോ? നീ ഇവിടുന്ന് മാറൂല്ലേ സ്കൂളിൽ നിന്ന്? എന്നാലും സാറ് ചായ വാങ്ങിച്ചെന്നില്ലല്ലോ? ചായ ഇടട്ടാ. അപ്പം ഞാൻ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീഫും ചക്കയും കൂടെ ഒന്ന് കഴിക്കാൻ വേണ്ടി എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ ബൈ, സീ യു.